ഇന്നത്തെ വിളവെടുപ്പ് വഴുതനങ്ങ ആയാലോ. നല്ല വയലറ്റ് കളറിൽ കുറ്റി വഴുതനങ്ങ ഒക്കെ പറിക്കാനായിട്ട് തയ്യാറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വഴുതനങ്ങയൊക്കെ പറിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല കുറ്റി വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി മൂത്തതിൻ്റെ കളർ ഒരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. വയലറ്റ് കളറിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറ്റി വഴുതനങ്ങ ഞാനിത് ഒരു നഴ്സറിയിൽ നിന്ന് ചെറിയ തൈയായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 4 തൈയാണ് വാങ്ങിച്ചത്. ആ 4 തൈയും നന്നായിട്ട് പിടിച്ച് ഇതുപോലെ നല്ലോണം തഴച്ച് പടർന്ന് പന്തലിച്ച് നല്ല അടിപൊളിയായിട്ട് കുറേ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പൊട്ടിച്ചേർന്നു. ഇപ്പോൾ ഒന്നുകൂടി പൊട്ടിക്കാൻ പാകമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലെ ഇലകളൊക്കെ കുത്തുകളും പുള്ളികളൊക്കെ ഒരു കേട് വന്നതാണ്. അപ്പം ഞാൻ വേഗം മരുന്നൊക്കെ അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നല്ലോണം നല്ല ഇലകളൊക്കെ വന്ന് തളിർത്ത് കുറേ വഴുതനങ്ങക്കൂട്ടന്മാരൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ കിട്ടി നമുക്ക്. അത്ര നീളൻ വഴുതനയല്ല, എന്നാൽ ഉണ്ട വഴുതനയല്ല. അതിൻ്റെ ഒരു മിഡിൽ നിൽക്കണ ഒരു വഴുതനയാണ് കേട്ടോ. ഒരു കൊലയിൽ ഒരു 4 എണ്ണമാണ് ഉണ്ടായി കണ്ടത് കേട്ടോ. 3 അല്ലെങ്കിൽ 4 ഒരു കൊലയിൽ അങ്ങനെ കൂട്ടായിട്ട് ഉണ്ടാവും. മറ്റേ വഴുതനയുടെ മാതിരിയല്ല ഓരോന്നല്ല ഉണ്ടാവുന്നത്. ഒരു കൊലയായിട്ടാണ് ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കിടക്കാനായിട്ട്. എന്നാൽ അത്ര വലിപ്പം വയ്ക്കണില്ല. കുറച്ചും കൂടി മൂത്ത് കഴിഞ്ഞ് ഒരു ലൈറ്റ് കളറാവും വഴുതനയ്ക്ക്. ഞാൻ തൈ നട്ട് കൊടുത്തപ്പോൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തിരുന്നു. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇട്ട് കൊടുത്തിട്ട് തൈ നട്ടത്. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോൾ പിന്നെ ഇംഗ്ലീഷ് വളങ്ങളാണ് ഇട്ടാ കൊടുത്തത്. ഫാക്ടംബോസ്, പൊട്ടാഷ്യം അങ്ങനത്തെ വളങ്ങളാണ് കൊടുത്തത്. പിന്നെ ഇത് കേട് വന്നപ്പോൾ ഞാൻ ഫെർട്ടിലൈസർ തെളിച്ച് കൊടുത്തിരുന്നു, ഒരു മരുന്ന് ഇത് കലക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ കേടൊക്കെ മാറി ഒക്കെ റെഡിയായി സെറ്റായി അടിപൊളിയായി. ഇപ്പോൾ കുറേ വഴുതനങ്ങയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത് ഉപ്പേരി വയ്ക്കാനായാലും സാമ്പാറിലിടാനായാലും ഒക്കെ എനിക്ക് വഴുതനങ്ങ കിട്ടുന്നുണ്ട്. 4 തൈക്കളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൽ നിന്നിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളതല്ല, അതിലധികം വഴുതനങ്ങ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ല എൻ്റെ വഴുതനക്കുട്ടന്മാരെ കാണാനായിട്ട്?